നമ്മളിന്ന് ഉച്ചയ്ക്ക് 2 മണിയുടെ ഷോയ്ക്ക് നമ്മുടെ ഇവിടെയുള്ള തളിക്കുളം കാർത്തിക ഫൺ മൂവീസിലോട്ട് പാട്രിയോട്ട് മൂവി കാണാനായിട്ട് പോവുകയാണ്. മൂവി കാണാനായിട്ട് നമ്മൾ തിയേറ്ററിൽ പോകുന്ന സമയത്ത് മൂവി തുടങ്ങാൻ ഒരു 5 മിനിറ്റ് ഉള്ളപ്പോഴാട്ടോ തിയേറ്ററിൽ ആകെ മൊത്തം ഒരു ഹറിബറി ആയിട്ടാണ് എത്താറ്. എന്നാൽ ഇപ്രാവശ്യം തുടങ്ങാൻ ഒരു 15 മിനിറ്റ് ഉള്ളപ്പോൾ നമ്മൾ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും ഹറിബറി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വന്നപ്പോഴിവിടെ ഓൾറെഡി ഒരു സിനിമ കളിക്കുന്നുണ്ടായിരുന്നു. ആ സിനിമ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണമായിരുന്നു നമ്മുടെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ കയറാനായിട്ട്. അതിന് പിന്നെ നമ്മൾ വന്ന സമയത്ത് കളിക്കുന്നുണ്ടായിരുന്ന സിനിമയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണാൻ വന്ന സിനിമ കാണാൻ വേണ്ടി നമ്മൾ തിയേറ്ററിനകത്ത് കയറി സിനിമ കണ്ടു. സിനിമ തുടങ്ങി കുറച്ചൊരു ഭാഗം വരെ ഞാൻ സിനിമയുടെ ഒരു ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ഫോട്ടോയോ വീഡിയോയോ എന്താണെന്ന് വെച്ചാൽ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് മൊബൈൽ ക്യാമറ ഓണാക്കി വെച്ച് കുറേ നേരം ഇരുന്നു. അപ്പോഴൊന്നും ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് അപ്പം ഉണ്ടടാ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ഓണാക്കി ഫോട്ടോ എവിടെ എന്താ വെച്ചാൽ എടുക്കാമെന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് അത് പോയി. അതോടുകൂടി ഞാൻ മൂഞ്ചി. അയ്യോ, അത് വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ മൂഞ്ചാറുള്ളതാട്ടോ. പിന്നെ നമ്മുടെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പാട്രിയോട്ട് മൂവി വന്നിട്ട് ഇതൊരു പക്ക മാസ് ആക്ഷൻ മൂവിയാണ്. മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ മൂവിയിൽ ദേശസ്നേഹം, ആക്ഷൻ, ഇമോഷൻ, പവർഫുൾ ഡയലോഗുകൾ എന്നിവ നന്നായി ചേർത്തിട്ടുണ്ട്. മൂവിയുടെ ആദ്യത്തെ പകുതി സ്റ്റൈലിഷ് ബിൽഡപ്പും പ്രൊഡക്ഷനും കൊണ്ട് മുന്നേറുമ്പോൾ രണ്ടാമത്തെ പകുതി കൂടുതലും ഇമോഷൻസും ഇൻട്രൻസും ആണ്. പിന്നെ ഇതിലെ BGM അടിപൊളിയാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവി മാസ് ഇമോഷൻ സൂപ്പർ സ്റ്റാർ കോംബോ മൂവിയാണ്. ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല, നല്ല മൂവിയാണ്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു മൂവി കണ്ടവർ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണ് സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയുക. കാണാത്തവർ നിങ്ങൾ വേഗം പോയിട്ട് ഈ ഒരു സിനിമ കാണുക കേട്ടോ.